Namaste, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, ഇൻ നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ഇൻ നോ കോൺടാക്ട് സിറ്റുവേഷൻ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് നോക്കുകയാണെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ, പിന്നെ ബാക്കിയുള്ളത് ഹേർട്സ്, ഇമോഷൻസ് ആണ്, കപ്സിൻ്റെ എനർജീസ് ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 10 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് A ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, J ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, 9 ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫുൾ ടൈം നിങ്ങളിങ്ങനെ 10 ഏഞ്ചൽ നമ്പേഴ്സ് കംപ്ലീറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇറ്റ് മീൻസ് എൻഡിങ് ഓഫ് എ സൈക്കിൾ ആൻഡ് ന്യൂ ബിഗിനിങ്സ്, ഒരു കംപ്ലീഷൻ, സംതിങ് കംപ്ലീറ്റ് ആയി പുതിയ എന്തോ ഒന്ന് തുടങ്ങാനായിട്ട് പോകുന്നു. ഇൻ യുവർ കരിയർ, ഇൻ യുവർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഏതെങ്കിലും അതർ ഏരിയാസിൽ. ഓക്കെ, യെസ്, ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ചോദ്യമുണ്ട്, അതിന് യെസ് ആണോ നോ ആണോ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പററിലി അതൊരു യെസ് ആണ്, പെർമനൻ്റ് ആയിട്ട് അതൊരു യെസ് അല്ല. ഓക്കെ, നിങ്ങളുടെ അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ഈ ഒരു മൊമെൻറ്റിൽ അതൊരു ടെമ്പററി യെസ് ആണ്. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ്, അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾ ഗ്യാദർ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിൽ എന്ത് കാര്യങ്ങളും, ഈവൻ അത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ടാവാം, എന്താണെങ്കിലും, എന്ത് ചോദ്യവും വാട്ടെവർ, എന്ത് ചോദ്യമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതിന് ടെമ്പററിലി ഒരു യെസ് ആൻസർ ആണ്. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടും അന്വേഷിക്കണം, അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾ നേടണം എന്നാണ് ഇവിടെ ഗൈഡൻസ് വന്നിട്ടുള്ളത്. Give me one card. Divine Universe, please. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ലൈക്ക് നിങ്ങളുടെ ഒരു ഫീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആവാം, നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ വയ്ക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലേക്ക് ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അതിൽ ചില കാര്യങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഹാർഡ് ടൈംസിലൊക്കെ നിങ്ങൾ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടാവാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്താ പറയുക, ഏതൊരു ടൈമിലും നിങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അതും ആവാം. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾ വളരെയധികം സ്മാർട്ടാണ്, ലൈക്ക് പ്രാക്ടിക്കലാണ്. ആ ഒരു എനർജീസ് ഇവർ പറയുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഇവരെ ഒരു ബേബിയെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. അതൊക്കെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിൽ, ഈ ഒരു ഫേസിൽ. ലൈക്ക് നമ്മളിപ്പം പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ആളുകളുടെ കുറേ നമ്മളുടെ മൈൻഡിൽ ഒത്തിരി അധികം ആളുകളുടെ തോട്ട്സുകൾ വരാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനൊന്നും ആക്ഷൻ എടുക്കത്തില്ല. ഒന്നെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തന്നെ എന്തെങ്കിലും കയ്യിലിരിപ്പുകൾ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി കൊണ്ട് നമുക്ക് പലരുടെ അടുത്തേക്ക് നമ്മൾ പോവാതിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞോളെ ഈ ഒരു വ്യക്തിയുടെ എനർജീസും അത് തന്നെയാണ്. ഇവർക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇവരുടെ മൈൻഡിലുണ്ട്. പക്ഷേ ഇവരുടെ എന്തോ ഒരു കയ്യിലിരിപ്പ് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളത്. ലൈക്ക് അവർക്ക് അത്രയും ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളോടൊരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ടൈമുമാണ്. പക്ഷേ അവരത് നിങ്ങളുടെ മുന്നിൽ പറയുകയോ അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഫൈനാൻഷ്യൽ ക്രൈസിസ് ആവാം. നിങ്ങൾ ഫൈനാൻഷ്യലി ഇവർ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. എന്താ പറയുക, പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഹൗസ് പണിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് ഒക്കെ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധികം പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇത് കാർഡ്സിലുള്ള കാര്യമല്ല, എൻ്റെ ഇൻഡ്യൂഷനാണ്. റീഡിങ്സിൽ എനിക്ക് വന്നിട്ടുള്ള എനർജിയാണ് ഇപ്പം ഞാൻ പിക്ക് ചെയ്ത് പറഞ്ഞത് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഡസൻറ്റ് മാറ്റർ, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ട് എവർ സിറ്റുവേഷൻ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തതായിരിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വെഹിക്കിൾ വാങ്ങിച്ചു കൊടുത്തത് നിങ്ങളുടെ കെയർ ഓഫിലായതുകൊണ്ട് അതിൻ്റെ ഫിനാൻസ് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കം ഉണ്ടായിട്ടുള്ളത്. 2 of Swords, വീഡിയോ ലോങ് ആയല്ലേ, 7 ആയി. 5 of Pentacles, give me 2 cards, give me 2 cards. Okay, thank you. സി, ഈ ഒരു വ്യക്തി വല്ലാത്തൊരു ഫൈനാൻഷ്യൽ ക്രൈസിലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ. ലൈക്ക് ഓക്കെ, ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിൽ സ്റ്റക്കാണ്, ഒരാൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്തിരിക്കുകയാണ്. മൂവ് ചെയ്ത ആരാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ലൈക്ക് ഓക്കെ ഫൈൻ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ആ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂസ്ഡ് മീൻസ് വൈ ഹിയർ ഈസ് 2 of Swords divine, why here is 2 of Swords, please clarify 2 of Swords, please clarify 2 of Swords. നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ? ഈ ഒരു നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റണോ വേണ്ടയോ? അല്ലെങ്കിൽ ഇവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി മാറ്റണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ട്സിലും കാര്യത്തിലുമാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി ഇവരുടെ കൂട്ടുകാരനൊക്കെ കൂടെ വെളിയിൽ എന്തെങ്കിലും ഫങ്ഷൻസോ റിസപ്ഷൻസോ അല്ലെങ്കിൽ റിസപ്ഷൻ എന്തോ സെലിബ്രേഷനുണ്ട്, ഒരു സെലിബ്രേഷന് പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാം. ബിക്കോസ് ഇവിടെ സെലിബ്രേഷൻ്റെ കാർഡാണ് എനിക്കിവിടെ വരുന്നുള്ളത്. ഓക്കെ, സെലിബ്രേഷൻ്റെ എനർജിയാണ് പ്രസൻറ്റ് എനർജി, കറണ്ട് എനർജീസ് ഈ ഒരു വ്യക്തിയുടെ നമുക്കിവിടെ വരുന്നുള്ളത്. പാർട്ടിക്ക് പോയിട്ടുണ്ടാവാം, വാട്ട് എവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് അടിച്ച് പൊളിച്ചൊക്കെ നടക്കുകയായിരിക്കാം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ലൈക്ക് ഗോയിങ് വിത്ത് ദി ഫ്ലോ എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഗോയിങ് വിത്ത് ദി ഫ്ലോ എനർജിയാണ്. അപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഈ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓഫർ ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെവിലിൻ്റെ കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഇവർ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റിൽ നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷനോ ഒരു ഒബ്സഷനോ ഒക്കെ ഉണ്ട് ഇവിടെ. വല്ലാത്തൊരു അഡിക്ഷനും ഒബ്സഷനുമാണ്. ഇവർ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ എന്നാലും ഇവരുടെ മൈൻഡിൽ 24/7 നിങ്ങളോടുള്ള ഒരു തോട്ട്സ്, ഇവർ ഒത്തിരിയധികം നിങ്ങളെ ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ട്.
എന്തായാലും നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട്. ആ ഒരു അഡിക്ഷൻ്റെ എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ട്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ഫൂളിൻ്റെ കാർഡ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോവുകയാണ്, ആ ഒരു വ്യക്തിയുടെ എനർജി അല്ല. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചത് അവരുടെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളാണ് ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പവറിലിരിക്കുകയാണ്. ബിക്കോസ് ഐ ആം ഡൺ വിത്ത് ദിസ് എന്നുള്ളൊരു എനർജിയിൽ. കാരണം നിങ്ങൾക്ക് കൊടുക്കാനുള്ള എഫേർട്ടെല്ലാം നിങ്ങൾ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ദൈവം യൂണിവേഴ്സായിട്ട് ഇതിൻ്റെ റിസൾട്ട് തരട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ടിന് എനിക്കൊരു ഫ്രൂട്ട് തരട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റിംഗ് ഫേസിലാണ് നിങ്ങൾ. ഫൈനലി ഇത്രയും ഓട്ടത്തിനും ചാട്ടത്തിനും ഇടയ്ക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ബിഗ് ബാലൻസ് വന്നിട്ടുണ്ട്. ഒരു ഫെമിനിൻ മസ്കുലൻ ബാലൻസ് വന്നിട്ടുണ്ട്. പേഷ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയി ചേസ് ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ക്ഷമ വന്നിട്ടുണ്ട്. ബാലൻസ്, ഞാൻ ഇപ്പോൾ ബാലൻസിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. ബാലൻസിൻ്റെ കാർഡ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ബാലൻസിൻ്റെ എനർജീസ് ഇവിടെയുണ്ട്. 2 പേജ് ഓഫ് പെൻറ്റാക്കിൾസ്. സി, കണ്ടില്ലേ? ഈ ഒരു ബാലൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകും. വാട്ട് എവർ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഹാപ്പി ആക്കി വെക്കാൻ, നിങ്ങളുടെ ലൈഫിനെ സെറ്റിലാക്കാനുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ ബാലൻസ്ഡ് ആണ്, വെൽ ബാലൻസ്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാലൻസിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ബാലൻസ് സ്റ്റേറ്റിലല്ലാത്ത ആളുകൾ ബാലൻസിലേക്ക് വരാനായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റിങ്ങിലാണ്. ലൈക്ക് ക്ഷമയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തിയും. ഓക്കെ, ഇതിലൊരു റീയൂണിയൻ വേണം എന്ന് ആളും ആഗ്രഹിക്കുന്നുണ്ട്. ബാലൻസ് കൊണ്ടുവരണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആളുടെ മൈൻഡിൽ ചിന്ത വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പം ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം സം ഓഫ് യു. അല്ലാത്തവർക്കൊക്കെ ഇത് ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നുള്ളത്. സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അവർ എനർജീസ്. ഗിവ് മീ 2 കാർഡ്സ്. ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് വരുമോ? എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? എന്തെങ്കിലും ഒരു ആക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. Don't let your past hold you back. Communication is a key. നിങ്ങൾക്കിപ്പോൾ ഒരു ഫിയർ ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. എന്തെങ്കിലും ഒരു ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം ഇത്രയും നാൾ നോ കോണ്ടാക്റ്റ് ആണ്, ഇനി ഇയാൾ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഇവർ തിരിച്ചു വരുമോ എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫിയേഴ്സിനെ നിങ്ങൾ ബാലൻസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നുള്ളത്. ഈ ഒരു വ്യക്തി തിരിച്ചുറപ്പായിട്ടും വരും എന്നുള്ളൊരു എനർജിയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ കീ. ഇപ്പം നിങ്ങൾ തിരിച്ചു വരുന്ന ടൈമിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിൽക്കുമ്പോഴും നിങ്ങളെ എംബ്രസ് എന്നുള്ളൊരു എനർജിയിൽ തന്നെ നിൽക്കുക. ഡൗൺ ആയി ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, എംബ്രസ് ഈസ് ഓൾവേസ് എംബ്രസ്. എംബ്രസിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഡസൻ മാറ്റർ വാട്ട് ഈസ് യുവർ ജെൻഡർ. ഓക്കെ, നിങ്ങൾ റീഡിങ് കാണുന്നത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഇതൊരു എനർജിയാണ്. ഒരു മെയിലോ ഫീമെയിലോ ജെൻഡർ അല്ല ഈ എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൈ വൈബ്രേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷനിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. അപ്പം എത്രയൊക്കെ ആളുകൾ. ഓക്കെ, കറണ്ട് പോയി കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഡാർക്ക് വന്നത്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അപ്പം ആ ഒരു എനർജി, നിങ്ങളുടെ ഫിയറിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ആരാണ് നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ തന്നെ നിൽക്കുക. ആര് വന്നെന്ന് പറഞ്ഞാലും പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പം പാസ്റ്റിൻ്റെ എനർജീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണോ ഇപ്പോഴുള്ള ഒരു എനർജിയിൽ. ഇനി വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഗൈഡൻസ് പറയുന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഫിയറിൽ ഇരിക്കേണ്ട ഈ റിലേഷൻഷിപ്പിൽ. പിന്നെ ഇതൊരു പാസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടാണ്, എനിക്കിവിടെ ഒരു ടോക്സിക് റിലേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്സിക്കിനെ നിങ്ങൾ ബാക്കിലേക്ക് വീണ്ടും പ്രസൻറ്റ് എന്നുള്ളൊരു മൊമെൻറ്റിലേക്ക് എടുക്കണ്ട എന്നുള്ളൊരു ഗൈഡൻസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് ദോഷമുള്ളൊരു റിലേഷനാണ്, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുക ദിസ് ഈസ് ടോക്സിക് എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഓക്കെ ഫൈൻ, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസസ് ഉണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മാരേജ് ചെയ്യാനായിട്ട് സിംഗിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കാതിരിക്കുക. ലെറ്റ്സ് മൂവ്. ഓക്കെ, ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ചു വരും, റീകണക്ഷൻ ഉണ്ടാവും, റീയൂണിയൻ ഉണ്ടാവും.
പക്ഷേ കമ്മ്യൂണിക്കേഷൻ വരാനായിട്ടുള്ള ചാൻസ്, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർത്ത് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ടോട്ടലി ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്കാണ് നിങ്ങൾക്ക് നമ്മൾ റീഡിങ് ചെയ്യുന്നവർ പൊതുവേ നമ്മൾ ഗൈഡൻസ് ജസ്റ്റ് ഒരു റീഡിങ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ, ഗൈഡൻസ് മാത്രമേ കൊടുക്കാറുള്ളൂ. നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഓക്കെ, താങ്ക് യു.